സ്റ്റാറിലും റൂബിയിലും കോർഡിനേറ്ററിലും TC-ലും ATC-ലും BTC-ലും ഓരോ റാങ്കിലും ഓരോ ഉത്തരവാദിത്തം ഉണ്ട്. ആ റാങ്കിൽ എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ അവിടെ ലീഡേഴ്സ് സ്ട്രഗിൾ ചെയ്യും. നമ്മൾ സ്ട്രഗിൾ ചെയ്യും, അത് ഉറപ്പാണ്. കൂടാതെ നമ്മളെ മുമ്പോട്ട് കൊണ്ടുവന്ന ലീഡേഴ്സ് സ്ട്രഗിൾ ചെയ്യും. അപ്പൊ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ സ്റ്റാർ ആണോ റൂബി ആണോ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ലീഡേഴ്സിനോട് ചോദിക്കണം, ഈ റാങ്കിൽ എന്റെ ഉത്തരവാദിത്തം എന്താണ്, ഈ റാങ്കിൽ എന്റെ ആഴ്ചയിലെ ടാർഗറ്റ് എത്രയാണ്, എന്റെ മാസത്തിലെ ടാർഗറ്റ് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. ഹോം ഷോപ്പിംഗ് നിർബന്ധമാണ്. ശരിക്കും ഞാൻ സമയം കുറെ ആയി, 46 എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ ബിസിനസ്സിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ്. കമ്പനി MD പറഞ്ഞ എന്താണ്, നിങ്ങൾ എപ്പോഴും ഗ്രൗണ്ടിലാണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ മുതൽ ഒരു NTC വരെ ഗ്രൗണ്ടിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട്. അപ്പൊ ഈ NTC വരെയുള്ള ലീഡേഴ്സിന് റോട്ടുമലാണ് എപ്പോഴും ഉള്ളത്. എന്തു സംഭവിക്കാം. നമുക്ക് കമ്പനി TC-യിൽ 3 ലക്ഷത്തിന് ഇൻഷുറൻസ് കവറേജ് തരുന്നുണ്ട്, STC-യിൽ 5 ലക്ഷത്തിന് ഇൻഷുറൻസ് കവറേജ് തരുന്നുണ്ട്, RTC അതിന്റെ ലീഡേഴ്സിന് 7 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കവറേജ് തരുന്നുണ്ട്. പക്ഷെ MD നമ്മളോട് എന്താ പറഞ്ഞത്, നിങ്ങൾ പണിയെടുത്തോളി, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു എമൗണ്ട് അല്ലെങ്കിൽ മാസത്തിൽ ഒരു എമൗണ്ട് ഞാൻ നിങ്ങളെ കുടുംബത്തിലേക്ക് കൊടുത്തയക്കുന്ന. വേറെ ഏത് കമ്പനീന്റെ MD പറയുന്നു? വേറെ ഏത് കമ്പനി കൊടുക്കുന്നുണ്ട്? അതായത് നമുക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നമ്മുടെ കമ്പനി ഏറ്റെടുക്കുന്ന പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താക്കണം, ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ എടുക്കും. നമ്മൾ കമ്പനിക്ക് കൊടുക്കേണ്ട ഒരു കടമ ഉണ്ട്. അതായത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലീഡേഴ്സ് വേണമെന്നില്ല, നമുക്ക് ടീമും ഇല്ല. നമുക്ക് ടീം ഇല്ലെങ്കിലും നമുക്ക് ലീഡേഴ്സിനെ, അതായത് നമ്മൾ വളർന്നു വരുമ്പോൾ ലീഡേഴ്സിനെ നമുക്കറിയില്ല, ആരൊക്കെ ലീഡേഴ്സ് ആണുള്ളത്, ഈ ലീഡേഴ്സിന്റെ കഴിവ് എന്താണ് എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് ഞാൻ പറയുന്നത്, TCO ATCO DTC ആരായാലും വേണ്ട, നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തില് നിങ്ങൾ പാർട്ട് ടൈം ആയിട്ടായിരിക്കും ഈ ബിസിനസ് ചെയ്യുന്നത്. 2100 രൂപ നിങ്ങൾക്ക് മാസം വരുമാനം വാങ്ങണം. അത് ആഴ്ചയിൽ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് നിങ്ങളെ ടാർഗറ്റാ. ഒരു കൂലിപ്പണിക്കാരനെ പോലെ നമ്മൾ ആദ്യം മൈലേജിനെ കാണണം. അതായത് ഞാൻ ജോലി ചെയ്തിട്ട് മാസത്തിൽ ഒരു 2100 രൂപ, അതായത് ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും 17,500 BV നടക്കണം. അതായത് 35,000 BV-ന്റെ സെയിൽസ് നടക്കണം. അതല്ലെങ്കിൽ 46,666 രൂപയുടെ സെയിൽസ് നമ്മൾ മുഖാന്തരം. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ബന്ധുക്കള് സുഹൃത്തുക്കള് അയൽവാസികളായിട്ടുള്ള ഒരു 100 കസ്റ്റമേഴ്സിനെ നമ്മൾ എന്താക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം.